ദേശാഭിമാനിയിൽ നടപടി വന്നിരിക്കുകയാണ്. കള്ളൻ വിജയൻ തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള KR അജയനെ, ന്യൂസ് എഡിറ്റർ KR അജയനെ ആ ചുമതലകളിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദേശാഭിമാനി റീസെന്റ് എഡിറ്റർ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വാക്കുകളിലൊക്കെ ഒരു സൂചന ഏകദേശം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. VS-ന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വാരാന്ത പതിപ്പ് ആ ദിവസം ഞായറാഴ്ച വാരാന്ത പതിപ്പ് ഇറങ്ങിയിരുന്നില്ല. അതിൻ്റെ തലക്കെട്ട് ക്യാപ്ഷൻ വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊക്കെയുള്ള ചർച്ചകൾക്കും വിയോജിപ്പുകൾക്കും ദേശാഭിമാനി യൂണിറ്റിലെ പത്രപ്രവർത്തകർക്ക് ഇടയിലും ഒക്കെ തന്നെ ജീവനക്കാർക്കിടയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം ഈ കള്ളൻ വിജയൻ എന്ന ഏറ്റവും അവസാനത്തെ വാരാന്ത പതിപ്പിലെ ഏറ്റവും അവസാനത്തെ ഒരു ഫീച്ചർ അത് ആ ദിവസം അത് രേഖപ്പെടുത്തിയിരുന്നില്ല. അതേസമയം അതിൻ്റെ ചുമതലകളിൽ നിന്ന് ഇപ്പോൾ KR അജയൻ ന്യൂസ് എഡിറ്ററെ മാറ്റിക്കൊണ്ടുവരുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ട ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നും നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെക്കും എന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ ഈ ഫീച്ചർ നേരത്തെ എഴുതിയ TC രാജേഷ് സിന്ധു അദ്ദേഹമായിരുന്നു ആ പത്രപ്രവർത്തകരായിരുന്നു ഈ ലേഖനം, ഈ വിജയൻ എന്ന കള്ളൻ വിജയൻ എന്ന ഒരാളെക്കുറിച്ച് നാടകപ്രവർത്തകനെക്കുറിച്ചുള്ള ആ ലേഖനം എഴുതിയിരുന്നത്. അത് പക്ഷേ അന്ന് പ്രസിദ്ധീകരിച്ചില്ല. VS-ന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള വാരാന്ത പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന പേരിലൊരു തലക്കെട്ടുണ്ടാകുന്നത് മറ്റ് വിമർശനങ്ങൾക്ക് വഴിവെക്കും എന്ന രീതിയിലേക്കൊക്കെയുള്ള ചർച്ചകൾ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ KR അജയനെ ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും നീക്കിക്കൊണ്ട് ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നും നടപടി വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിക്ക് മുൻപ് KR അജയൻ വിഷയത്തിൽ നിലപാടറിയിക്കണം, വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റെസിഡന്റ് എഡിറ്റർ മെമ്മോ നൽകിയിരുന്നു. സ്വരാജ് മെമ്മോ നൽകിയിരുന്നു. ആ മെമ്മോയ്ക്കുള്ള മറുപടി അതേസമയം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ KR അജയനെതിരെ പോയിരിക്കുന്നത്. അജയൻ ന്യൂസ് എഡിറ്ററാണ്, വാരാന്ത പതിപ്പിന്റെ ചാർജുള്ള വ്യക്തിയാണ്. ആ ചുമതലയിൽ നിന്ന് ഇപ്പോൾ KR അജയനെ മാറ്റിയിരിക്കുന്നു. കൂടുതൽ നടപടികളിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വിവരങ്ങളായി പുറത്തു വരണം. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയതാണ് ഈ വാരാന്ത പതിപ്പ്. VS-ന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഇറങ്ങിയില്ല, കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത്. ചുമതലയിൽ നിന്നും KR അജയനെ നീക്കി ഉള്ള തീരുമാനം വരുമ്പോൾ മറ്റ് നടപടികൾക്കൊക്കെ സാധ്യത ഉണ്ടോ, അതോ അതോടുകൂടി തീരും അവസാനിക്കുമോ? ഏതായാലും കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും ഇന്നലെ KR അജയൻ വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തിൽ പാർട്ടിക്കും അതോടൊപ്പം തന്നെ ദേശാഭിമാനിയുടെ നേതൃത്വത്തിനും അത്ര തൃപ്തി പോരാ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. വാരാന്ത പതിപ്പിന്റെ ചുമതലയിൽ നിന്നാണ് ഇപ്പോൾ KR അജയനെ മാറ്റിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് ഈ ലേഖനത്തെ, ഈ വിവാദത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി ചോദിച്ചെങ്കിലും ഇത് ഒരു രാഷ്ട്രീയ വിവാദമാണ് എന്ന് തോന്നുന്നില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്താം എന്നുള്ള മറുപടിയാണ് KR അജയൻ നേതൃത്വത്തിന് നൽകിയത്. എന്നാൽ അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഇപ്പോഴും പാർട്ടി നേതൃത്വവും ദേശാഭിമാനി നേതൃത്വവും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പുല്ലമ്പാറയിലുള്ള ഒരു നാടക കലാകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് വിജയൻ, അദ്ദേഹത്തിനെ നാട്ടിലെല്ലാം അറിയുന്നത് കള്ളൻ വിജയൻ എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം നമുക്കറിയാം. അത് അദ്ദേഹത്തിന് ഒരു കുറച്ചിലായി തോന്നുന്നില്ല എങ്കിൽ പോലും ആ പേരുണ്ടാക്കിയ വിവാദം CPM-നകത്ത് വലിയ കൊടുങ്കാറ്റായി ഇങ്ങനെ ആളിപ്പടരുകയാണ്. അല്ലെങ്കിൽ വലിയ തരത്തിലുള്ളൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. VS അച്യുതാനന്ദൻ്റെ പേരും അതിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെടുന്ന നിലയുണ്ടായി. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് VS-ന്റെ അനുസ്മരണ ദിവസം തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ വാരാന്ത പതിപ്പ് മാറ്റി വയ്ക്കുന്ന തരത്തിലേക്ക് രാജേഷ് സിന്ധു ഈ ലേഖകൻ ഫീച്ചർ ആ ലേഖനം അത് അദ്ദേഹം ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കൂടുതൽ നടപടികൾക്കൊക്കെയുള്ള സാധ്യത നേതൃത്വത്തിന് എത്രത്തോളം ജീവനക്കാർക്ക് ഇടയിൽ, അവിടെ മാത്രമല്ല 2 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ചുമതല വഹിക്കുന്ന ഇടമാണ് ദേശാഭിമാനി എന്നുള്ളത്. അപ്പോൾ കൂടുതൽ നടപടികളിലേക്കും കൂടുതൽ ചേരിപ്പോരിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഈ വിഷയത്തെ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് വഷളാക്കി എന്നുള്ള വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ട്. ആദ്യഘട്ടത്തിൽ പാർട്ടി നേതൃത്വം ദേശാഭിമാനിയുടെ എഡിറ്ററുമൊക്കെയായ സ്വരാജ് അടക്കം പറഞ്ഞിരുന്നത് സാങ്കേതികമായ പിഴവ് എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അതല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അത് പുറത്തു വന്നിട്ടുമുണ്ട് അത്തരത്തിലുള്ള വിവരം. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി